ഇറങ്ങിയിട്ട് താഴോട്ട് ഇറങ്ങണം. താഴോട്ട് ഇറങ്ങാനല്ല, മുന്നോട്ട് പോകാനാണ് ഞാൻ ബസ്സിൽ കയറിയത്. മറ്റേ യാത്ര ഞാൻ എല്ലാവരോടായിട്ട് പറയുക, എനിക്ക് 8 മണിക്ക് കണ്ണൂരെത്തണം. ഇപ്പൊ ചില്ലറ ഇല്ലാന്ന് പറഞ്ഞ് നടക്കാന്ന് വെച്ചാ പ്രശ്നം കൂടുതലാ. ആളിറങ്ങണമെന്ന് നിർത്താത്ത പ്രയാസം. പള്ളിന്ന് പറഞ്ഞാ പള്ളിക്കൂടത്ത് നിർത്തിയാൽ മതിയോ? 3 രൂപയ്ക്കുള്ള ഓട്ടമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. മുമ്പിൽ ഇങ്ങനെ റോഡ് നീണ്ടു കിടക്കുന്നതുകൊണ്ട് നിങ്ങൾക്കത് 30 രൂപയാക്കാൻ പറ്റും. പിടിച്ചോളൂ. പിന്നെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടോ. എല്ലാ അടവുകളും പഠിച്ചിട്ടാ ഞാൻ ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. വഴി കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായില്ല. നേരെ എങ്ങോട്ട് അസോസിയേഷനിലേക്ക് പോയി. ആ ബുദ്ധി ഉണ്ടായേ കിടക്ക. അതിന് എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ഒരു വിഷമില്ല, ഞാൻ ക്ഷമിച്ചിരിക്കണു. ഐ ആം രാമമൂർത്തി ഫ്രം ഡയാന ഫാർമസ്യൂട്ടിക്കൽസ്, കോട്ടയം. Meet me some other time. Morning I telephoned you, but I was not able to get you. A male voice took the phone and I cut the phone. Meet me some other time, I say. വളർന്നിട്ടുണ്ടേ, പക്ഷെ ഒരു ഗെറ്റ് ഔട്ട് എന്ന രീതിയിൽ സംസാരിക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാ. ഗെറ്റ് ഔട്ട് ചെയ്തു ഞാൻ ആലോചിക്കുകയാണേ. ഞാൻ കയറി ചെല്ലുമ്പോഴും ആ കുട്ടികൾ അവിടെ ഇരിപ്പുണ്ട്, പക്ഷേ ശ്രദ്ധിച്ചില്ല. ഞാൻ നേരിട്ട് അങ്ങനെ കയറി ചെന്നു. അപ്പൊ സ്വാർത്ഥനായി. നിങ്ങൾ ആ കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്നത് ഡോക്ടർ കണ്ടു. അപ്പോ അവരുടെ മാതൃത്വം അങ്ങോട്ട് ഉണർന്നേ. ആ മാതൃത്വം വന്നപ്പോ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള പ്രസന്നമായ ഒരു അന്തരീക്ഷം ആ മിഠായിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അവിടെയാണ് നിങ്ങളുടെ വിജയം. അതാണ് എനിക്കില്ലാത്തതും. അതാണേ എന്റെ ടൈമിംഗ് ശരിയല്ല. സ്വാമി, സംഗതി വെറും കോമൺ സെൻസ്. അത് വേണേ. അതിനിപ്പോ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാധാന്യം അറിയാം, എനിക്കറിയില്ല. അതെങ്ങനെ അറിയാ? നാട്ടുംപുറത്തൊരു അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു ഞാൻ. വിഗ്രഹത്തിനടുത്തിരിക്കുന്ന ശാന്തിക്കാരനെ ആരാ ശ്രദ്ധിക്കുക? എല്ലാരും ദൈവത്തല്ലേ നോക്കുക. സ്വാമി, ശാന്തിക്കാരൻ ചന്ദനമറിയുന്ന വെറും ഒരു യന്ത്രമാണ്. എനിക്ക് പ്രാധാന്യമില്ലെന്ന ധാരണ കുട്ടിക്കാലം മുതലേ വളർന്നാണേ. ഇനി അതങ്ങ് മാറ്റണം. അതിന് ആത്മവിശ്വാസം അങ്ങോട്ട് വരണം. വരുമായിരിക്കും. നിർത്തും. എനിക്ക് മര്യാദ കൂടിപ്പോയത് കൊണ്ടാ കൈവക്കുള്ളവർക്കാ കാര്യം. എന്ത് പറ്റിയ സ്വാമി രാവിലെ? ഇത് ഭയങ്കര കഷ്ടം തന്നെയാ. എല്ലാരും സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചാ എന്താ ചെയ്യുക? എനിക്ക് 10 മണിക്ക് ഡോക്ടർ ശശീറിനെ കാണേണ്ടതാ. അത് അവരോട് മനസ്സിലാക്കണേ. വലിയ ബുദ്ധിമുട്ടായി ലോകത്ത് ജീവിക്കാൻ. അതൊന്നും പ്രശ്നമാക്കണ്ട സ്വാമി, കാരണം അത് ഞാൻ ബുദ്ധിമുട്ടാവില്ലേ? ചുമ്മാ കേരളം സ്വാമി. അമ്പലത്തിലെ ശാന്തി തന്നെയാ പറഞ്ഞിട്ടുള്ളതേ. അതെന്താ സ്വാമി ഇന്ന് പെട്ടെന്നൊരു മൂഡ് ഓഫ്? എവിടെ ചെന്നാലും അങ്ങോട്ട് ഏക്കണില്ലാച്ച. ഒന്നുകിൽ എന്റെ ഭാഗത്ത് തെറ്റുണ്ടാകണം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടാകണം. വന്നിട്ട് ഒരു ഗുളിക പോലും വിറ്റിട്ടില്ലെന്നേ. കിടന്ന് ബഹളം വെക്കാതെ സ്വാമി. അല്ല, ഞാനേ എന്തോ അങ്ങോട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്തെങ്ങാണ്ട് സുജാത എന്നൊരു ഡോക്ടർ ഉണ്ടെന്നു. അവിടെ സ്വാമിയെ ഇങ്ങോട്ടിരുന്നേ, ചോദിക്കട്ടെ. സ്വാമി ആള് മോശക്കാരനൊന്നും അല്ലല്ലോ. നമ്മുടെ പോക്കറ്റിലല്ലേ ഇപ്പൊ കൈയിട്ടിരിക്കുന്നത്? ഒരാൾ എന്നോട് പറഞ്ഞതാ, അവരെ പോയി കണ്ടാൽ നിറയെ ഓർഡർ കിട്ടുമെന്ന്. അല്ല, ഞാൻ നേരിട്ട് പോയി കാണുന്നത് വിരോധാവോ? ഐ ആം ഡയാന ഫാർമസ്യൂട്ടിക്കൽസ് ഫ്രം രാമ. നോ നോ, ഐ റെപ്രസെന്റ് ഡയാന ഫാർമസ്യൂട്ടിക്കൽസ്, കോട്ടയം. മിസ്റ്റർ ബാലു. മിസ്റ്റർ ബാലു എന്നോട് പറഞ്ഞിരുന്നു. This is Paradolin, suspension for amoebiasis. Amoebiasis. Sorry. അത് ശരിയാവില്ല. തുടക്കമേ അങ്ങോട്ട് പിഴച്ചിരിക്ക. ഇല്ല, ശരിയാവില്ല. രാവിലെ 1 മണിക്കൂർ ഞാൻ പ്രാക്ടീസ് ചെയ്ത ഇതെങ്ങനെ പറയണമെന്ന്. പ്ലാനിങ് ശരിയല്ല. ഇപ്പോ ഡോക്ടറെ പരിചയപ്പെട്ടല്ലോ. ഇനി ഒരിക്കൽ കൂടെ അങ്ങോട്ട് കാണാൻ പറ്റിയാൽ തകൃതിയായിട്ട് അങ്ങോട്ട് പറയാൻ പറ്റും. ഓഹോ, അതിനുള്ള ക്ഷമ ആരും കാണിക്കാറില്ലേ. ഞാനിനി ഒരിക്കൽ കൂടി വരാം. ഇപ്പോഴും കേട്ടോ. എന്റെ തൊഴിലിൽ
ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? വന്ന് പേര് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുക എന്നുള്ളതാ. പറഞ്ഞോ? പറയില്ല. പറയേണ്ടടുത്ത് പറയില്ല. ബാഗും തൂക്കി നടക്കുന്നെങ്കിലും എനിക്ക് പറ്റിയ പണിയല്ലിത്. ഐ ആം ടോട്ടലി എ മിസ്ഫിറ്റ് ഫോർ ദിസ്. ഇവിടെ ശരിയാവില്ല. ഞാൻ നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ ഇന്ന് പോവാച്ച ഒരു റിട്ടയർ ചെയ്യുന്ന സുഖമെങ്കിലുണ്ട്. 2 ദിവസം വൈകിയാൽ ഡിസ്മിഷൽ ആർഡർ വാങ്ങി അങ്ങോട്ട് പോകേണ്ടി വരും. കാണാൻ ഇനി ബാക്കി ആരുമില്ല. ആരെയും കുറ്റം പിടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ സമയം മോശമാ. സഹായിക്കാനുള്ള മനസ്ഥിതി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് വേണ്ട സമയത്ത് സഹായിച്ചെങ്കിലല്ലേ പ്രയോജനമുള്ളൂ. ഞാനിവിടുന്ന് ജോലി രാജിവെച്ചിട്ട് അങ്ങോട്ട് പോവുക. പോകുന്നതിനോട് മാത്രമേ യാത്ര ചോദിക്കാൻ തോന്നിയുള്ളൂ. അത് ശരി, എന്നോട്. അതെ, താങ്ക് യു. നമ്മൾ ആദ്യം കണ്ടപ്പോ ഞാൻ പറഞ്ഞത് തന്നെ, ശരിയാവില്ല. ഡിസ്മിസ് ചെയ്യുന്നതിനേക്കാൾ മാന്യതയല്ലേ രാജിവെച്ച് പോകാന്നുള്ളത്. സ്വാമി രാജിവെക്കുന്നില്ല. എന്താ അഭിപ്രായം? വേണ്ട സമയത്ത് നമുക്ക് ആലോചന ഇല്ലല്ലോ. അതല്ലേ സ്വാമിയുടെ കുഴപ്പം. ഞാനങ്ങോട്ട് ചെന്നപ്പോഴേ ഒന്നും നോക്കൂ ഇഷ്ട. ഞാനങ്ങോട്ട് ചെന്നപ്പോ അവരെന്റെ നേരെ ഒരു ചാടിക്കയറ്റം. പാരഡോളിൻ 10,000 ടാബ്ലറ്റ്സും കാഫ് സിറപ്പ് ഒരു 500 ബോട്ടിൽസും നമ്മുടെ കമ്പനിയിൽ ഉടനെ അയച്ചില്ലെങ്കിൽ ആശുപത്രി കുഴയുമത്രേ എന്ന് പറഞ്ഞ ഇത് ഉപയോഗിക്കും. സ്വാമി ഒരു ബലൂണാണേ. അതിലെപ്പോഴാ കാറ്റ് കയറുക ഇറങ്ങുക എന്ന് സ്വാമിക്ക് തന്നെ അറിയില്ല. നിങ്ങളെല്ലാരും കൂടി ഒന്ന് സഹകരിച്ച് ഊതി വീർപ്പിക്കാമെന്നുണ്ടെങ്കിൽ സ്വാമി അങ്ങനെ നിൽക്കും. ഇല്ലാച്ച ചുരുണ്ടുകൂടി നാട്ടുംപുറത്തെ അമ്പലത്തിലെ നിർമാല്യത്തിനിടയ്ക്ക് ആരും കാണാതെ കിടക്കും. സ്വാമി വിഷമിക്കണ്ട. അങ്ങനെ കണക്കില്ലാതെ ഊതി വീർപ്പിച്ച് സ്വാമി പൊട്ടിപ്പോകരുത് കേട്ടോ. രാവിലെയാണ് അറിഞ്ഞതേ ഓഹോ, ഇങ്ങനെ സുഖമില്ലാതെ കിടക്കണമെന്ന്. അറിഞ്ഞപ്പോ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിരുന്നുകൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഏതിനും സഹായത്തിന് ആളുള്ളത് നല്ലതല്ലേ? എന്താ അഭിപ്രായം? നന്നായി. എന്താ ഒരു വല്ലാത്ത ചുമ? എന്താന്നറിയില്ല, രാത്രി മുതൽ ഒരു വിടാതുള്ള ചുമ. തൊണ്ടൊക്കെ അങ്ങ് കാറുന്ന പോലെ. സ്വാമിയുടെ കയ്യിൽ ഇരിക്കല്ലേ ചുമയ്ക്കുള്ള നല്ല രഹസ്യം മരുന്ന്. ചുമ എടുത്ത് കഴിക്കണം. അല്ല, മരുന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെയും ഡോക്ടർ പറയാതെ എങ്ങനെ കഴിക്കുക? ഡോക്ടറെ പോയി കണ്ട് ചോദിക്കണം മരുന്ന് കഴിക്കാൻ കൊള്ളാവുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യം. അല്ല, ഞാനേ തമാശ പറഞ്ഞതല്ല. 1975 ഇതുപോലൊരു ചുമ വന്നിട്ട് ഞാൻ കൂട്ടാക്കിയില്ല. അങ്ങട് കയറി പിടിച്ചു. അവസാനം ബ്രോങ്കൈറ്റിസ് ആയി. 1 മാസാ കഷ്ടപ്പെട്ടതേ. ഒരു ചെക്കപ്പ് നടത്തുന്നതല്ലേ ബുദ്ധി. എന്താ അഭിപ്രായം? അയ്യോ സ്വാമി ചുമയ്ക്ക് ഓർത്തതേ. പിന്നെ ഡോക്ടർ സുജാതയെ ഒന്ന് പോയി കണ്ടാലോ? അതല്ലേ നമുക്കും ഒരു സ്വാതന്ത്ര്യം. ഓ യെസ്. ഒരു രോഗത്തെ പറ്റി ഇല്ലായിരുന്നു. പക്ഷെ അന്നാമ്മ സിസ്റ്റർ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പറയുമ്പോ എല്ലാം പറയണമല്ലോ. അവരെ ആള് കൊള്ളാട്ടോ. എന്താ സ്വാമി എന്താ പറഞ്ഞ? അല്ല, അവരെ കാണാൻ എന്താ ഒരു എടുപ്പ്. അപ്പൊ സ്വാമി ഇതൊക്കെ നോക്കി വെക്കാറുണ്ടല്ലേ? നോക്കാന്ന് വെച്ചാൽ എനിക്കുമില്ലേ കണ്ണ്. എല്ലാം കാണും. പക്ഷെ ഒന്നും അങ്ങോട്ട് പ്രകടിപ്പിക്കാറില്ല, പ്രതികരിക്കാറുമില്ല. അല്ല, നിങ്ങൾ തമ്മിൽ എന്താ ഒരു അല്ല, സ്വാമിയുടെ മനസ്സിൽ തോന്നിയ ഒരു റീഡിംഗ് ആണേ. നിങ്ങളെപ്പറ്റി പറയുമ്പോ അവരുടെ മുഖം ഒരു പുഷ്പം മാതിരിയാ. സ്വാമിയുടെ റീഡിങ് ശരിയാ.